കുമാർ സാർ, 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഓഗസ്റ്റ് 29 അമേരിക്കയുടെയും ന്യൂയോർക്കിന്റെയും ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ചരിത്ര സംഭവം നടക്കുകയാണ്. RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത് ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിൽ ലോകം ഒരു കുടുംബം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഡയസ്പോറയുടെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കുന്നു. അതൊരു അന്താരാഷ്ട്ര വാർത്തയായിട്ടുണ്ട്. അത് വാർത്തയാക്കിയത് സത്യത്തിൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ന്യൂയോർക്കിലെ മുസ്ലിം മേയർ സൊഹ്റാൻ മംദാനിയാണ്. മംദാനി അതിശക്തമായി പ്രതിഷേധിച്ചു. RSSന്റെ തലവൻ ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വലിയ വിമർശനം ഉന്നയിച്ചു. അപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ മംദാനി ഇപ്പോ ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 29 നടക്കുന്ന ചടങ്ങ് ഒരു സ്വകാര്യ ചടങ്ങാണ്. അത് റദ്ദാക്കാൻ സിറ്റിയുടെ മേയർ എന്ന നിലയിൽ എനിക്ക് അധികാരമൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് ബഹളമൊക്കെ വെക്കും എന്ന തരത്തിലാണ് ഇപ്പൊ മംദാനി പറയുന്നത്. അപ്പോ സംഘത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടി ഇപ്പോൾ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മോഹൻജി ഭഗവത് ന്യൂയോർക്കിൽ എത്തിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോകളൊക്കെ കണ്ടു. അദ്ദേഹത്തെ ഇന്ത്യൻ സമൂഹം വലിയ തോതിൽ, വലിയ ആരാധനയോടെ, വലിയ സ്നേഹത്തോടെ, വലിയ റെഫറൻസോടെ സ്വീകരിക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. എന്താണ് മംദാനിക്ക് മാത്രം, അമേരിക്കയിൽ വേറെ ആർക്കും ഒരു പ്രതിഷേധവുമില്ല, മംദാനിക്കും അവിടുത്തെ ഒരു സംഘടനയുണ്ട്, അതായത് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ. അവരാണ് ഈ മംദാനിക്ക് പുറമെ വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വംശജരായ അമേരിക്കൻ മുസ്ലിങ്ങളുടെ കൗൺസിൽ. അവരുടെ ലക്ഷ്യവും മംദാനിയുടെ ലക്ഷ്യവും ഒന്നാണ്: ഡിഫൈം ചെയ്യുക RSSനെ, ഡിഫൈം ചെയ്യുക ഇന്ത്യയെ, ഡിഫൈം ചെയ്യുക മോഹൻ ഭഗവതിനെ, ഡിഫൈം ചെയ്യുക മോദിയെ എന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ മംദാനി ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് സാർ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു സുനിൽ. ഇതിനെക്കുറിച്ച് പല വാർത്താ ചാനലുകളിലും വാർത്താ ഏജൻസികളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നു. ആ വാർത്തകളിൽ ഈ മുസ്ലിങ്ങൾ മാത്രമാണ് നരേന്ദ്രമോദിയെയും അതേപോലെ മോഹൻ ഭഗവത്തിനെയും നിശിതമായി വിമർശിക്കുന്ന ഒരു വിഭാഗം. പിന്നെ ഇത് കൂടാതെ ഈ കേരളത്തിൽ നിന്ന് പോയ കുറെ ക്രൈസ്തവരുണ്ടല്ലോ, അമേരിക്കയിൽ പോയി സെറ്റിൽഡ് ആയിട്ട് കാശുണ്ടാക്കി 4 പുത്തൻ കിട്ടിയതോടുകൂടി സംഘടനാ നേതാക്കന്മാരാവാൻ ശ്രമം നടത്തുന്നവര്. അവർക്ക് ഒരു 2 സംഘടനകളുണ്ട്. അവരുമാണ് മോദി എന്നും അമേരിക്ക ചെല്ലുമ്പോൾ അവിടെ പ്രക്ഷോഭണം നടത്തിക്കൊണ്ടിരുന്ന 4 പേര് കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കും. അവര് 4 പേര്, അവരാണ് അവിടുത്തെ ഏറ്റവും വലിയ വിമതര്. അപ്പൊ ആ വിമതർ ഉൾപ്പെടുന്നതാണ് ഈ എതിരാളികൾ മുഴുവൻ. അപ്പൊ ഇത് ഇവിടുത്തെ സുഡാപ്പികളില്ലേ കേരളത്തിലെ, അതുപോലെ ഇന്ത്യയിലേക്കുള്ള സുഡാപ്പികളുടെ മറ്റൊരു വേർഷനാണ് അമേരിക്കയുടെയും. അതെ, അതിന്റെ പ്രതിനിധികളാണ് ഇവര് മുഴുവനും. ഞാൻ കണ്ടുപിടിക്കാൻ ഇവിടെ ഇന്ത്യയിലൊരു പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്നവൻ, അയാള് കഴിഞ്ഞ തവണ നരേന്ദ്രമോദി അമേരിക്കയിൽ ചെന്നപ്പോ കൊടിയും പിടിച്ചോണ്ട് അവിടെ നിന്ന് നരേന്ദ്രമോദിനെ ചീത്ത പറയുണ്ടായിരുന്നു. അയാളുടെ പ്രസിദ്ധീകരണങ്ങൾ കൂടി നരേന്ദ്രമോദിനെ ചീത്ത പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. അത് കച്ചവടം പൂട്ടി കഴിഞ്ഞപ്പോ ഇപ്പൊ അങ്ങനെയോ ആരെയൊക്കെ പറ്റിച്ച് അവിടെ പോയിട്ടുണ്ട്, അമേരിക്കയിൽ പോയിട്ടുണ്ട്. അവിടെ മോദിക്കെതിരെ ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ് മൂപ്പരുടെ പരിപാടിക്ക്. ഇപ്പൊ മോഹൻ ഭാഗവത് ചെല്ലുമ്പോ അയാളും ഉണ്ടാവും മോഹൻ ഭാഗവത്തിനെതിരായിട്ട് പ്രകടനം നടത്താനായിട്ട്. അപ്പൊ ഇതില് വേറൊരു വാർത്ത നമ്മൾ അറിയാതെ പോകരുത് കേട്ടോ. അതായത് അമേരിക്കയിലെ ഒരു വലിയ പോപ്പ് ഗായികയും അഭിനേത്രിയുമായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, മേരി ബിൽബൻ. അവര് പറഞ്ഞിരിക്കണേ ഈ മമദാനിക്ക് വിവരമില്ല എന്നാണ്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അയാളൊരു മിസ്ഗൈഡഡ് എലമെന്റ് ആണ്. അതായത് വഴിതെറ്റിപ്പോയ ഒരു വ്യക്തിയാണ് അയാൾ. അതുകൊണ്ടാണ് അയാൾക്ക് നേരെ ആവാൻ പറ്റാത്തത്. അല്ല, ചിലരൊക്കെ പറയുന്നത് ഈ മംദാനി ഇന്ത്യൻ വംശജനാണെന്നൊക്കെ പറഞ്ഞ ഒരു നാറേറ്റീവ് ഉണ്ട്. സത്യത്തിൽ ഞാൻ പരിശോധിച്ചപ്പോ മംദാനിയുടെ അപ്പൻ ഉഗാണ്ടക്കാരനാണ്. ഉഗാണ്ടൻ പൗരനാണ്. മീര നായർന്നോ ഒക്കെ പറയുന്നു. മീര നയ്യാറായിരിക്കും, കാരണം അവര് മീര നായരൊന്നും അല്ല, മീര നയ്യാർ. നമ്മുടെ NAIR അല്ല, NAYAR ആണ്. അതെ, സുശീല നയ്യാർ എന്ന് പറഞ്ഞ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നില്ലേ, സ്വാതന്ത്ര്യ സമര പ്രവർത്തകയും. പിന്നെ അതേപോലെ തന്നെ കുൽദീപ് നയ്യാർ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പത്രക്കാരനുണ്ടായിരുന്നല്ലോ, കുൽദീപ് നയ്യാർ. അതേപോലെ ഉള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു മംദാനി
മംദാനി ലോകത്തെമ്പാടും വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ന്യൂയോർക്കിൽ ഇനി UN ജനറൽ കൗൺസിൽ മീറ്റിംഗ് ന്യൂയോർക്കിൽ നടക്കാൻ പോവാണ് അടുത്ത മാസം സെപ്റ്റംബറിൽ. അതിനുവേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ വന്നാൽ ഞാൻ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഇയാള് വലിയ വാചകം അടിച്ചിരുന്നു. അത് പിന്നീടാണ് മനസ്സിലാവുന്നത് ഡിപ്ലോമാറ്റിക് തലത്തിലുള്ള അധികാരങ്ങളൊന്നും ഇടപെടാൻ ന്യൂയോർക്ക് മേയർക്കില്ല. അങ്ങനെയാണെങ്കിൽ മിക്കവാറും നമ്മുടെ BV രാജേഷ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോ വല്ലതും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്ന സ്ഥിതി ഉണ്ടാവും എന്ന് നമ്മൾ തമാശയായിട്ട് ചിലർ പറഞ്ഞു. ന്യൂയോർക്കിൽ നമ്മുടെ CPM നേതാവില്ലേ ആരാധ്യനായ MA ബേബി ഗോവിന്ദനൊക്കെ ട്രംപിനും വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തെഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ട്രംപ് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേട്ട് പേടിയായിരിക്കും. അപ്പൊ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയത് മേരി ബിൽമൻ പറഞ്ഞതാണ്. അവര് പറയണത് അമേരിക്ക എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരത്തെ തന്നെ കുറിച്ചിട്ട് ഈ മമദാനിക്ക് ഒരു വിവരമില്ല. അയാൾക്ക് ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി പിന്തുടരുന്ന പാത ഫോളോ ചെയ്യണം. കാരണം നരേന്ദ്രമോദി സ്വന്തം പൈതൃകത്തിലും സ്വന്തം ട്രഡീഷനിലും അഭിമാനിക്കുന്ന വ്യക്തിയാണ്. അത് അദ്ദേഹം ലോകമെങ്ങും പ്രവർത്തനത്തിലൂടെ കാണിക്കുന്നു. അതേപോലെ തന്നെയാണ് RSS മേധാവി ഡോക്ടർ മോഹൻ ഭഗവത്തും കാണിക്കുന്നത്. അപ്പൊ ഇവരെയൊക്കെ കണ്ട് ഇവരിൽ നിന്നുള്ള നല്ല അംശങ്ങൾ സ്വാംശീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മമദാനിക്ക് ഒരു സ്വാധീനമുള്ള വ്യക്തിയായിട്ട് ഉയരാൻ കഴിയുമായിരുന്നു. ഇപ്പൊ അത് പറ്റൂല. കാരണം ആളൊരു മിസ്ഗൈഡഡ് എലിമെന്റ് ആണ് എന്ന് പലവട്ടം ഈ ഗായിക പറഞ്ഞു. ഇവർ വളരെ പോപ്പുലർ ആണ് അമേരിക്കയിലെ മറ്റേ വെളുത്ത വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ അല്ല, കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് അവര്. അപ്പൊ അവരത് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് പറയുന്നത് RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ സാന്നിധ്യം അമേരിക്കൻ പൗരന്മാരെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുസ്വരതയുടെ ഏറ്റവും വലിയ ഉത്തമ ദൃഷ്ടാന്തമാണ് RSS. മതസ്വാതന്ത്ര്യവും ഐക്യവുമാണ് ഭാരതത്തിന്റെ മുഖമുദ്ര ഹൈന്ദവരുടെയും. ഈ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെയും അവകാശങ്ങൾ ഒരേപോലെ സംരക്ഷിക്കപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. അതിനുവേണ്ടി നിലനിൽക്കുന്ന ആളാണ് ഡോക്ടർ ഭാഗവത്തും മോദിയും. അപ്പൊ അങ്ങനെയുള്ളവരെ എതിർക്കാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പം ഈ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ സുനിൽ പറഞ്ഞില്ലേ ആഗോള ഏകതാ സമ്മേളനമാണ്. 100ാം വാർഷികം പ്രമാണിച്ച് അമേരിക്കയില് 135 140 ഹൈന്ദവ സംഘടനകൾ ചേർന്ന് നടത്തുന്ന സമ്മേളനമാണ്. അത് നിരോധിക്കാനായിട്ട് ഇയാൾക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അമേരിക്ക എന്താണെന്ന് അയാൾ ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് മേരി ബിൽമൻ പറയുന്നത്. അവരിതാ ഒരു ഇന്ത്യൻ ടെലിവിഷൻ ചാനലിന് നൽകിയ ഇന്റർവ്യൂവിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. NDTV എന്ന് പറയുന്ന ചാനലിന്. അപ്പോ ക്രൈസ്തവ മൗലികവാദികളുടെയും അതുപോലെ ഇസ്ലാമിക് തീവ്രവാദികളുടെയും സംഘടനകൾ, മത സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ക്രൈസ്തവ സംഘടനകൾ, ഇവർ അമേരിക്കയിൽ അറിയപ്പെടുന്നത് US റിലീജിയസ് ഫ്രീഡം അതിന്റെ ആർമി എന്ന പേരിലാണ്. ഇവരെല്ലാമാണ് RSS നേതാവിന്റെ സന്ദർശനത്തെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇവർക്കെല്ലാം ഡീപ് സ്റ്റേറ്റിന്റെയും വത്തിക്കാന്റെയും അതുപോലെ മറ്റു ചില രാജ്യങ്ങളുടെയും സംഭാവനകൾ വാരിക്കോരി ലഭിക്കുന്നുണ്ട്. മമദാനിക്ക് അമേരിക്കയെ കുറിച്ചൊരു വിവരവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഡോക്ടർ മോഹൻ ഭഗവത്തിന്റെ സന്ദർശനത്തെ ചോദ്യം ചെയ്യുന്നതെന്നാണ് അമേരിക്കൻ ഒരു ക്രൈസ്തവ വനിത പറയുന്നത്. കാര്യം കൂടിയുണ്ട് സുനിൽ. ഇവര് പറയുന്ന ഈ പ്ലൂരലിസം ഉണ്ടല്ലോ, ഈ പ്ലൂരലിസ്റ്റിക് സൊസൈറ്റിയിൽ വളർന്നവനാണ് താൻ എന്ന് മമദാനി പറയുന്നു. പക്ഷേ ഇസ്ലാമും ക്രൈസ്തവ സമൂഹവും ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നില്ല. ബഹുസ്വരത തങ്ങൾക്ക് നിഷിദ്ധമാണെന്നും അപകടമാണെന്നും ഇസ്ലാമിക് സംഘടനകളും ക്രൈസ്തവ സംഘടനകളും പലവട്ടം പ്രഖ്യാപിച്ച വിവരം ന്യൂയോർക്ക് മേയറിന് അറിയില്ല. അതുപോലെ നമ്മൾ ഒരിക്കൽ പറഞ്ഞില്ലേ, പോപ്പിന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു ലോകമെങ്ങുമുള്ള ക്രൈസ്തവർക്ക് ഈ പ്ലൂരലിസം, റിലീജിയസ് പ്ലൂരലിസം ക്രൈസ്തവ സഭയ്ക്ക് അപകടമാണ്. അപ്പൊ RSS മേധാവിയുടെ
യോഗം നിരോധിക്കാൻ അവകാശമുണ്ടോ എന്ന് നിയമവിരുദ്ധർ പരിശോധിച്ച് വരികയാണെന്നാണ് ഇയാൾ പറയുന്നത്, മേയർ പറയുന്നത്. അത് അമേരിക്കനെ കുറിച്ച് അദ്ദേഹത്തിന് വിവരമില്ലാത്തതുകൊണ്ട്. അതിന്റെ തമാശ, ഒരു സർദാർജി സിഖ് സമുദായ നേതാവ് ജസ്ദീപ് സിംഗ് ജാസി എന്നാണ് പറയുന്നത്. ജസ്ദീപ് സിംഗ് ജാസി അദ്ദേഹം ഇൻഡോ അമേരിക്കൻ സിഖ് നേതാവാണ്. അദ്ദേഹം മോഹൻ ഭഗവത്തിന്റെ അമേരിക്കൻ സന്ദർശനത്തെ വളരെയധികം സ്വാഗതം ചെയ്തു. പിന്നെ അദ്ദേഹം മേയറോട് പറയുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളുമായിട്ടുള്ള സംഭാഷണം, ന്യൂനപക്ഷ സംഘടനകളുമായിട്ടുള്ള സംഭാഷണം, അതിൽ നിന്നും ഈ RSSന്റെ പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഈ മമദാനി അമേരിക്കൻ പ്രസിഡന്റ് ആവാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ വിവരക്കേടെല്ലാം വിളിച്ചു പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതിലല്ല, അമേരിക്കയെ ഇസ്ലാമിക രാജ്യമാക്കും മംദാനി എന്നാണ് ഇവിടുത്തെ മുക്കാൽ മീഡിയ ടീം വിശ്വസിക്കുന്നത്. ആയിരിക്കും, കാരണം ഈ അവരുടെ സ്വഭാവം അതാണല്ലോ. എവിടെ പോയി കഴിഞ്ഞാൽ ആ വശം അങ്ങനെ കാക്കമാര് പോലെ പടർന്നു പിടിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ, അവരുടെ നെറ്റ്വർക്കിനുള്ളിലാക്കുക എന്നുള്ളതാണല്ലോ ഈ കാക്കകളുടെ പ്രധാന ലക്ഷ്യം. അവരത് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇംഗ്ലണ്ടിലെങ്ങാണ്ട് 32 മേയർമാര് മുസ്ലിങ്ങളാണ്. അവരവിടെ കാട്ടിക്കൂട്ടിയ വിവരത്തെ കുറിച്ച് സുനിൽ ഒരിക്കൽ പറഞ്ഞില്ലേ, എത്രയോ പെൺകുട്ടികളെ. എനിക്ക് തോന്നുന്നത് ഇപ്പോ RSSന്റെ മേധാവി സർസംഘചാലക് അവിടെ വന്ന് സന്ദർശനം നടത്തിയിട്ട് തിരിച്ചു പോരുമായിരുന്നു. പക്ഷെ ഇതൊരു ഗ്ലോബൽ ന്യൂസ് ആക്കി മാറ്റാൻ മംദാനിക്ക് കഴിഞ്ഞു. മംദാനിയാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ PRO എന്ന് എനിക്ക് തോന്നുന്നു. അമേരിക്കയിൽ മാത്രമല്ല കേട്ടോ, അദ്ദേഹം ബ്രിട്ടനിൽ പോകുന്നുണ്ട്, കാനഡയിൽ പോകുന്നുണ്ട്. അതെ. അപ്പൊ ഈ ഒരു പ്രില്യൂഡ് എന്നുള്ള രീതിയിൽ വേണ്ടത്ര പബ്ലിസിറ്റി കാനഡയിലും വേണ്ടത്ര പബ്ലിസിറ്റി ബ്രിട്ടനിലും കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ അവിടെ ആളുകൾ കാത്തിരിക്കുകയാണ് സർസംഘചാലക് വരാൻ, അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ, അദ്ദേഹം എന്തു പറയുന്നു എന്നറിയാൻ. വലിയ ഒരു ഗ്ലോബൽ ന്യൂസായി അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രത്തലവൻ ചെല്ലുന്നത് പോലെയുള്ള ഒരു സന്ദർശനമായിട്ട് ഇത് മാറി. അതിന് കേരളത്തിൽ ഇരുന്ന് നമുക്ക് ന്യൂയോർക്ക് മേയർ സൊഹറാൻ മംദാനിക്ക് നന്ദി പറയാം. വേറൊരു കാര്യം കൂടിയുണ്ട് സുനിൽ, 100 വർഷം ഒരു സംഘടന ഒരു പോറലുമില്ലാതെ പിടിച്ചു നിൽക്കുന്നു. എത്രയോ തവണ നിരോധന ഉത്തരവുകൾ നേരിടേണ്ടി വന്നു. അപ്പോഴെല്ലാം പൂർവാധികം ശക്തിയായിട്ടാണ് ആ സംഘടന ഉയർന്നു വരുന്നത്. ഒരു വികസന ശബ്ദം ഒന്നുമില്ലാതെ. അവിടെയാണ് ഒരു സൊഹറാൻ മംദാനി. നമ്മുടെ കോൺഗ്രസ് രൂപീകരിച്ചിട്ട് 1875 രൂപീകരിച്ചു. ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ കണ്ടാല് പെറ്റതള്ള സഹിക്കൂല. ഏതായാലും വളരെ സന്തോഷം സാർ. ഇതിലൊരു പുതിയ വ്യാഖ്യാനം, പുതിയൊരു ഒരു അഭിപ്രായ പ്രകടനം സാറിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയത് നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ ഗുണകരമായിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു. നമസ്കാരം സുനിൽ.